ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പം ഈ ഒരു ലുക്കും അതിനെപ്പറ്റി നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ചെറിയൊരു എക്സ്പീരിയൻസ് റൈഡ് പോലെ ഇതിൻ്റെ എക്സോസ്റ്റൊക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് അയച്ചു കൊടുക്കുക. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. മുമ്പോട്ട് ഈ ഒരു വിശേഷങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. ഞാൻ ശരിക്കും കരീസ്മ എടുത്തു കഴിഞ്ഞിട്ട് ഇത്രയും മിസ്സിങ് അനുഭവിച്ച സമയങ്ങൾ ഉണ്ടായിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടും അവസാനമായിട്ടും ആയിരിക്കട്ടെ അത്. എനിക്ക് അത്രയും മിസ്സിങ് കിട്ടിയത് നമ്മുടെ ധനുഷ്കോടി റൈഡിലാണ്. ഞാൻ ധനുഷ്കോടി റൈഡ് ഇറങ്ങുന്നതിന് മുമ്പാണ് എക്സോസ്റ്റും ബാക്കിലത്തെ റീഡർ റാക്കും ഡൊമിനറിൻ്റെ സെറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അന്ന് ധനുഷ്കോടി വൈകുന്നേരം റൈഡ് പോകാൻ നേരത്ത് വണ്ടി ഒരു രീതി സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നു. പിന്നീട് ഏകദേശം ഒരു അരമണിക്കൂർ അതിനകത്ത് എന്തൊക്കെയോ പരിപാടികൾ ചെയ്ത് വർഷപ്പിൽ കയറ്റാൻ പോലും സമയം ഉണ്ടായില്ല. എന്തൊക്കെയോ പരിപാടികൾ ചെയ്ത് എങ്ങനെയൊക്കെയോ വണ്ടി സ്റ്റാർട്ടായി ചോക്ക് പിടിച്ച് പിന്നെ എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചോക്കൊന്ന് റിലീസ് ചെയ്തിട്ട് നോർമലായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നിട്ടും ആ റൈഡ് ഫുള്ള് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഓരോ ഹമ്പ് എത്തുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലോട്ട് ആക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ വീണ്ടും നമ്മൾ ചോക്ക് പിടിച്ചാൽ മാത്രമേ വണ്ടി ഓഫാകാൻ വേണ്ടി ഇരിക്കത്തുള്ളൂ. ലോ RPM-ലും ലോ ഗിയേഴ്സിലും എല്ലാം വണ്ടി ഓഫാവുകയായിരുന്നു. അപ്പം എന്താ സംഭവം ഒരു പിടുത്തം കിട്ടിയില്ല. പക്ഷെ ഗിയർ മാറി അല്ലാന്നുണ്ടെങ്കിൽ ടോപ്പിലോട്ട് കയറി ഒരു RPM ഒരു 2000-3000 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഇല്ല. നമുക്ക് ഈസി ആയിട്ട് ചോക്കിൻ്റെ സഹായം ഇല്ലാതെ തന്നെ വണ്ടി ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് അറിയാനായിട്ട് ഒരു പിടുത്തമില്ല. വണ്ടി പണിയാണ് തിരിച്ചു. പക്ഷേ നമ്മൾ ആ ധനുഷ്കോടി റൈഡ് മൊത്തവും അങ്ങനെ ആ ഒരു കണ്ടീഷനിലാണ് വണ്ടി ഓടിച്ച് തിരിച്ചുകൊണ്ട് വന്നത്. എപ്പോഴും നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ പറയാം കയ്യിൽ ഈ ചോക്കിൻ്റെ മണ്ടയിലായിരിക്കും. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് 2 ദിവസത്തേക്ക് വണ്ടി സ്റ്റാർട്ടേ ആവുന്നില്ലായിരുന്നു പഴയ പോലെ തന്നെ. വീണ്ടും നമ്മൾ ഏകദേശം ഞാൻ ഒരാഴ്ച വണ്ടി കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ നോക്കാനായിട്ട് പോലും പറ്റാത്ത അവസ്ഥ. വണ്ടി ഓണാവുന്നില്ല. ശരിക്കും ഞാൻ മടുത്തെന്ന് എനിക്ക് പറയാം. ആ ഒരു ടൈമിൽ ഞാൻ ആ ടൈമിൽ കരീസും എടുത്തിട്ട് ഇത്രയും പണിഞ്ഞിട്ട് വീട് ഇതേപോലെ എന്താണ് സംഭവം എന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊന്ന് തൊട്ട് നോക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അത് കൈ കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടും കളിപ്പിച്ച് നോക്കിക്കളയാമെന്ന് പറഞ്ഞിട്ട് നൈറ്റ് നമ്മുടെ ജോലി കഴിഞ്ഞ് രണ്ടാടെ കൂടെ ജോലിയുടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജോലി കഴിഞ്ഞിട്ട് നൈറ്റ് നമ്മൾ വണ്ടി ഞാൻ അഴിച്ചു. വണ്ടി എയർ ഫിൽറ്റർ ബോക്സ് കാർബറേറ്ററിൻ്റെ ആ ഒരു ഭാഗം മൊത്തം അഴിച്ചു നോക്കിയപ്പോഴത്തേന് ഇത് എയർ ഫിൽറ്ററിൽ നിന്ന് കാർബറേറ്ററിലോട്ട് പോകുന്ന ആ പൈപ്പ് ഹോസ് ഇളകിയിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ അകത്തെ വാക്യൂം പിസ്റ്റണും എല്ലാം ഡാമേജ് ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഇതൊക്കെ മാറേണ്ട സമയമായതുകൊണ്ട് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഓർഡർ കൊടുത്തിട്ടാണ് എടുത്തത്. പക്ഷേ കറക്റ്റ് സാധനം വന്നപ്പോൾ തന്നെ അതെല്ലാം റീപ്ലേസിനുള്ള സാധനമായിരുന്നു. പിന്നെ വീട്ടിലിരുന്ന് തന്നെ ഇതെല്ലാം റീപ്ലേസ് ചെയ്തു. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് പിന്നീട് നമ്മുടെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു. കാർബറേറ്ററും ട്യൂൺ ചെയ്ത് ജെറ്റൊക്കെ മാറി എല്ലാ സാധനവും മാറി സെറ്റ് ആയപ്പോഴത്തേന് ഇപ്പോൾ ഓക്കെ ആയി. ഏകദേശം ഒരാഴ്ചത്തെ പണിയായിരുന്നു കേട്ടോ. അത് ഒറ്റ ദിവസം പണിയുള്ളൂ. പക്ഷെ അതിൻ്റെ പുറകെ നടക്കാനായിട്ട് ഈ സാധനം സ്റ്റാർട്ടാക്കി കിട്ടാനായിട്ടും ഏകദേശം ഒരാഴ്ചത്തെ പണിയായിരുന്നു. അതാണ് ആ വീഡിയോ വരാനായിട്ടൊക്കെ കുറച്ച് ലേറ്റ് ആയത്. പിന്നീട് അത് ശരിയാക്കി കഴിഞ്ഞിട്ടാണ് നമ്മുടെ സാരിയുടെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയത്. സോ അതുകൊണ്ടാണ് ഇത്രയും താമസിച്ച് വീഡിയോ ഇടാനായിട്ട് കാരണം. പിന്നീട് ഇടയ്ക്ക് ഞാൻ ആലോചിച്ചു ചൂട്ടിൻ്റെ കാർബറേറ്റർ വെച്ചാലോ എന്ന്. ഞാൻ പലരോടും വിളിച്ച് ചോദിച്ചു കരീസ് ഈസിയാണ് ചൂട്ടിൻ്റെ കാർബറേറ്റർ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, വെക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു നീ ഒട്ടും പറ്റാത്ത അവസ്ഥയാണ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം ട്യൂട്ടിൻ്റെ കാർബറേറ്റർ പോയാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിൽ കരീസോടെ കാർബറേറ്റർ തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞു. എനിക്കെന്തായാലും ഇത് റീപ്ലേസ് ചെയ്ത് വീണ്ടും കരീസോടെ കാർബറേറ്റർ അത്രയും ബഡ്ജറ്റ് ഈ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ട്യൂട്ടിൻ്റെ കാർബറേറ്റർ തന്നെ ആയിരുന്നു എൻ്റെ മുമ്പിൽ. ട്യൂട്ടിൻ്റെ കാർബറേറ്റർ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവുമോ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും, എനിക്കും അവർ യൂസ്ഫുൾ ആയിരിക്കും. കരീസ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യാട്ടോ.
അങ്ങനെ ആ ഒരു ചിന്തയിലോട്ട് പോയി അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചിട്ടാണ് പിന്നെയാണ് ഈ സാധനം ട്യൂൺ ചെയ്ത് റെഡിയായത്. ഇപ്പം നിലവിൽ നമുക്ക് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഐഡിയലിൽ തന്നെ വണ്ടി നിൽക്കുന്നുണ്ട്. നേരത്തെ ഐഡിയലിൽ നിൽക്കില്ലായിരുന്നു, ന്യൂട്രലിൽ നിൽക്കില്ല, ഫസ്റ്റ് ഗിയറിലും വണ്ടിന് ചോക്കില്ലാതെ നിൽക്കില്ല, ചോക്കിന് സഹായമില്ലാതെ ഈ സാധനം ഐഡിയലിൽ നിൽക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ആ ഒരു ഫ്ലോ സ്മൂത്ത്നെസ്സും എല്ലാം കിട്ടിയതാണ്. വണ്ടി ഒരു 1000 RPM ഒരു ചെറിയൊരു മിസ്സിങ് ഉണ്ട്, കട്ടൗട്ട് ആവും. അത് അപ്പം തന്നെ അങ്ങ് നേരെയാവുകയും ചെയ്യും. പക്ഷേ കുറച്ച് ഓടിക്കഴിഞ്ഞാൽ അതുമില്ല. ഇപ്പം പക്കയാണ് വണ്ടി. എന്തായാലും കാർബറേറ്റർ മാറുന്ന ഒരു സാധനത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇനിയും എന്തായാലും പണികൾ വരാതിരിക്കില്ല. കരീസിനാണ് കാർബറേറ്ററിന് എന്തായാലും കുറച്ചാൾ കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ വരും. അപ്പം ആ ടൈമിൽ നമുക്ക് മറ്റേ 220 കാർബറേറ്റർ ഫണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് സെറ്റാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കരീസിയുടെ ഒറിജിനൽ കാർബറേറ്റർ തന്നെ നമുക്ക് വെക്കാം. പലരും പറയുന്നുണ്ട് ഒറിജിനൽ കാർബിൽ ഓടിക്കുന്ന ആ ഒരു സുഖം 220 കാർബിൽ കിട്ടൂലാണ്. സോ നമുക്ക് എന്തായാലും ഒന്നുകിൽ ആ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയാൽ അതിൻ്റെ ഫീൽ അറിയുള്ളൂ 220 കാർബറേറ്റർ വെച്ചത്. ആരെങ്കിലും ഓടിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടൊന്ന് കമൻറ്റ് ചെയ്താൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും. എങ്ങനെയുണ്ട് അതിൻ്റെ ഫീൽ, എത്ര നാളായിട്ട് യൂസ് ചെയ്യുന്നു, എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ എന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് നോക്കാം. സോ അതായത് നമ്മുടെ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എനിക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ആ ടൈമിൽ തന്നെ ഓർഡർ കൊടുത്തേക്കട്ടെ. ഇപ്പം കറൻ്റ് എല്ലായിടത്തും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ഇത് മാറേണ്ട സമയം എപ്പോഴത്തേക്കാവുമെന്ന്. അപ്പം അതിന് ഒരാഴ്ച മുമ്പേ തന്നെ ഈ സാധനം ഓർഡർ കൊടുക്കും. ഓർഡർ കൊടുത്തിട്ട് ഒരാഴ്ച അല്ല 1 മാസം മുമ്പേ നമ്മൾ ഈ സാധനം ഓർഡർ കൊടുത്തിങ്ങനെ ചെയ്യും. അപ്പോഴത്തേന് സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് കീപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയിൽ തന്നെ പോവാം. നിങ്ങൾക്ക് മാക്സിമം എത്രയും പെട്ടെന്ന് ഡാമേജ് ആവുന്ന സാധനങ്ങൾ, ഇതിൻ്റെ ഓയിൽ ഡ്രെയിൻ നെട്ടൊക്കെ പെട്ടെന്ന് പോകുന്ന സാധനങ്ങളാണ്. അപ്പം ഓയിൽ ഡ്രെയിൻ നെട്ടൊക്കെ നിങ്ങൾക്ക് എടുത്ത് വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കാരണം അതൊരു മെറ്റൽ ഉണ്ട്, അതൊരു അലുമിനിയം പോലത്തെ ഒരു സാധനമാണത്. അപ്പോൾ അത് പെട്ടെന്ന് ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡ്രെയിനിനായിട്ട് ഊരുന്ന സമയത്ത് ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധനം കയ്യിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കരീസ്മയുടെ കീപ്പ് ചെയ്ത് വെക്കുക. കാരണം മുന്നോട്ട് പോകുന്നതോടും പാർട്സ് അവൈലബിലിറ്റി കുറവായിരിക്കും, പെട്ടെന്ന് കിട്ടുമല്ലോ. ഓർഡർ ചെയ്താലും മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എടുത്ത് വെക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അപ്പുറത്തെ വണ്ടികളിൽ നിന്ന് മാറ്റി വയ്ക്കാൻ പറ്റുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അയച്ച് ഈ KRIയുടെ സാധനങ്ങൾ വേറൊരു വണ്ടിയിൽ നിന്ന് സ്യൂട്ട് ആവാനായിട്ട് ഒരു ചാൻസും ഇല്ല കേട്ടോ. അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തെ ഇരിക്കുന്നതെല്ലാം. ഓൾമോസ്റ്റ് എല്ലാം അപ്പുറത്തെ വണ്ടിയിൽ നിന്ന് ഇപ്പുറത്തെ വണ്ടിയിൽ നിന്നൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല. ഇതിൻ്റെ തന്നെ സാധനം വേണം. ബ്രേക്ക് പാഡാണെങ്കിൽ പോലും അങ്ങനെയാണ് വരുന്നത്. സോ അതൊക്കെ ഒന്ന് നോക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ഒന്ന് എടുത്തു വെക്കാനായിട്ട് നോക്കുക. ഇതൊക്കെയാണ് നമുക്ക് മുൻകൂട്ടി ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിന് മൈലേജ്, ഇതിന് നമുക്ക് എക്സോസ്റ്റ് മാറ്റി ആ കാർബിന് അത്രയും വിഷയം ഉണ്ടായിരുന്ന സമയത്തും ധനുഷ്കോടി റൈഡിന് ഏകദേശം നമുക്ക് 40 കിലോമീറ്റർ അടുപ്പിച്ച് മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഇത് തെളിവുമല്ല കേട്ടോ, നമ്മളടിച്ച പെട്രോളിൻ്റെ കണക്ക് വെച്ചിട്ടാണ്. ഏകദേശം 2000-നകത്താണ് പെട്രോൾ അയക്കുന്നത്. 40 അടുപ്പിച്ച് മൈലേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് റേസിലേക്ക്. അതും എക്സോസ്റ്റ് മാറ്റിയിട്ട് നമ്മൾ ലോങ് സ്ട്രെച്ച് തന്നെയാണ് പിടിച്ചത്. എനിക്ക് ലോങ് സ്ട്രെച്ച് അങ്ങനെ അടിച്ചുകൊണ്ടായിരിക്കണം അത്രയും മൈലേജ് കിട്ടിയത്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഷോർട്ട് റൈഡ്സിന് ഇവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് 40, 39, 38, 40 ഈ ഒരു റേഞ്ചിലാണ്. ആക്യുറേറ്റ് ആയിട്ട് ഈ ഒരു റേഞ്ചിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മൈലേജ് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈലേജ് ഷോട്ടോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് എക്സോസിൻ്റെ ഭാഗത്തൊന്നും മാറ്റിയിട്ട് ഉണ്ടായിട്ടില്ല. എക്സോസ് ഭയങ്കര ലൗഡാണെന്ന് ചോദിച്ചെടുത്ത് അത്രയ്ക്ക് ലൗഡൊന്നും അല്ല. നല്ല ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ലോ RPM ഇങ്ങനെ നിന്ന് ചെവി കുടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സൗണ്ട് കേൾക്കും. എല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഐഡിയയിൽ തന്നെയാണ് വണ്ടി നിൽക്കുന്നത്. നല്ലൊരു സൗണ്ടല്ലേ വണ്ടി കാണിക്കായിരുന്നു. അപ്പം അങ്ങനെ ആയിരിക്കും വണ്ടി നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം വലിയ ഒച്ചപ്പാടോ ബഹളമോ ഒന്നും ഇല്ലാത്തൊരു സാധനമാണിത്. പിന്നെ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ അത് പൊട്ടലുണ്ടല്ലോ, അത് ഭയങ്കര സുഖമാണ് കേട്ടോ. ആ ഹിമാലയനകത്ത് ഉള്ള ടക്ക് 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 ആ ഒരു സാധനം നമുക്ക് ഇതിനകത്ത് കിട്ടും. ഞാൻ മെയിനായിട്ട് ആ ഒരു സാധനം ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ എക്സോസ്റ്റ് മാറ്റാൻ തന്നെ കാരണം. ഹിമാലയൻ്റെ എക്സോസ്റ്റിന് ആ ഒരു ഗ്രണ്ടുണ്ട്. ആ ഗ്രണ്ട് ഭയങ്കര സുഖമാണ് കേൾക്കാനായിട്ട്. ബേസിക്കലി ഞാനൊരു ഹിമാലയൻ ഫോളോവൻ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഈ സാധനത്തോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ഫോളോവൻ്റെ എക്സോസ്റ്റിലോട്ട് എത്തിപ്പെട്ടത്.
ഇനി എന്തായാലും കുറച്ച് റൈഡ് പ്ലാനിലുണ്ടായിരുന്നതെല്ലാം ചെയ്യണം. കുറച്ച് ട്രാവൽ വീഡിയോസ് കുറച്ചധികം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അതേപോലെ നമുക്ക് ബൈക്കിൻ്റെ റിവ്യൂസും ചെയ്യാം കേട്ടോ. നമ്മുടെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ റിവ്യൂസ് ചാനലിലൂടെ എന്തായാലും ഉണ്ടാവും. പറഞ്ഞു വന്നത് കരീഷ്മയുടെ മൈലേജിനെ പറ്റിയാണ്. ഇത്രയാണ് മൈലേജ് വരുന്നത്. പിന്നീട് എനിക്ക് ഓയിൽ ചേഞ്ച് വരുന്നത്, ഇപ്പം ഓയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 3500 ആണെങ്കിൽ ഇപ്പോൾ ഓയിൽ ഞാൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എൻ്റെ എഞ്ചിൻ ഓയിൽ ചെറുതായിട്ട് കത്തി തുടങ്ങിയിട്ടുണ്ട്. കാരണം സിലിണ്ടർ കിറ്റ് റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അത്രയധികം പുകയില്ല, എന്നാലും ചെറുതായിട്ട് പുകയൊക്കെ സ്മോക്കൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ഹാർഡായിട്ട് എവിടെയെങ്കിലും ട്രാഫിക് കണ്ടീഷൻസിൽ നിൽക്കുന്ന ടൈമിലൊക്കെ മാത്രമാണ് അങ്ങനെ പുക വരുന്നത്. അതെന്തായാലും റീപ്ലേസ് ചെയ്യേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അതും നമ്മൾ ചെയ്യും. ഇപ്പോൾ തൽക്കാലം കുഴപ്പമില്ല, തൽക്കാലം ഓടാം. അതുകൊണ്ട് എഞ്ചിൻ ഓയിൽ ടോപ്പപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഷെല്ലിൻ്റെ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വണ്ടി എടുത്ത് ഏകദേശം 2 വട്ടം മാത്രമേ ഉള്ളൂ നമ്മൾ വേറൊരു ഓയിൽ ഇട്ടത്. മോട്ടീവോ സെർവോയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 വട്ടമായിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഷെല്ലിലോട്ട് തന്നെ പോയി. ഷെല്ല് കരീസ്മയ്ക്ക് പറ്റിയ എഞ്ചിൻ ഓയിലാണ്. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് ഷെല്ലിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഷെല്ല് ജെന്യൂൻ തന്നെ മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പലർക്കും പല അഭിപ്രായങ്ങളാണ്. അപ്പം എൻ്റെ രീതിയിൽ ഞാൻ ഷെല്ലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കരീസ്മയ്ക്ക് എന്തായാലും ഇതുവരെയും നമുക്ക് പണികളൊന്നും വന്നിട്ടില്ല. ഓയിൽ ഇത്തിരി ഓയിലിൻ്റെ ഗ്രേഡ് ഇത്തിരി കുറഞ്ഞ പോലും വണ്ടി അങ്ങനെ സ്മൂത്തായിട്ട് തന്നെ പോകും. അതിനകത്ത് ഇത്തിരിയെങ്കിലും ഓയിൽ ഉണ്ടായാൽ മതി. കാരണം എനിക്ക് ഓയിൽ കത്തുന്ന ഒരു ഇത് ഉണ്ട് വണ്ടിക്ക്. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് ഓയിലൊക്കെ തീരെ കുറവായിരിക്കും. നമ്മൾ ഒഴിച്ചതിൻ്റെ അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പം ആ ഒരു സമയത്ത് ഇതൊക്കെ അത്യാവശ്യം മാനേജായി പോകുന്നുണ്ട്, വണ്ടി കൂടി പോകുന്നുണ്ട്. അങ്ങനെ എഞ്ചിൻ ഓയിൽ കത്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. മേളിൽ ഓയിലുണ്ടോ എന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം തേഞ്ഞ് പോകും. എന്തായാലും ഇതൊന്ന് അഴിച്ചു നോക്കിയാലേ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പണികളുണ്ടോ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ എന്തായാലും കറണ്ടിൽ നമ്മൾ അയക്കാനുള്ള ഉദ്ദേശമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ പോട്ടെ, ലാസ്റ്റ് സ്റ്റേജ് ഉണ്ടാവുമല്ലോ, അവിടെ നോക്കാം. കാരണം ഇത് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പോകും. ഇപ്പോൾ ഉള്ള ഒരു കണ്ടീഷനിൽ പോകും. അപ്പോൾ ഇപ്പം പണികളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ. മീറ്ററിൻ്റെ ആ ഒരു സാധനം ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേനും അത് ഫെയ്ഡ് ആകുന്നുണ്ട്. പക്ഷേ വിത്തൗട്ട് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിബിലിറ്റി ഉണ്ട്. അത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിസിബിലിറ്റി ഭയങ്കര കുറവായിട്ട് തോന്നുന്നുണ്ട്. അതെല്ലാം കിറ്റ് മാറ്റുന്ന ടൈമിൽ മാറ്റുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കരീസ്മയുടെ കിറ്റ് അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന സ്ഥലങ്ങൾ വല്ലതും പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാമായിരുന്നു. പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണ്. വിശ്വസിച്ച് നമുക്ക് കരീസ്മയുടെ കിറ്റ് നല്ല ജെന്യൂൻ സാധനം, അല്ലാന്നുണ്ടെങ്കിൽ ജെന്യൂൻ ക്വാളിറ്റിയിലുള്ള സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം പർച്ചേസ് ചെയ്യാം. കാരണം കിറ്റിൻ്റെ അവസ്ഥയൊക്കെ ഷോവായി തുടങ്ങി, ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഇളപ്പോ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നേരിട്ട് വണ്ടി കാണുമ്പോഴത്തേന് കുറച്ച് പൊട്ടലൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതൊക്കെ ഒന്ന് മാറ്റണം. വണ്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ബാക്കി വർക്കുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വണ്ടി വൃത്തിയാക്കലാണ് ബാക്കി പരിപാടികൾ. പിന്നെ അടുത്ത റൈഡിന് നമ്മളിവിടെ കരീസ് അല്ലാന്നുണ്ടെങ്കിൽ വേറെ വണ്ടികളെ കൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് റൈഡിന് വരാനായിട്ട് ആഗ്രഹമുള്ളവർ എല്ലാവരും വായോ കേട്ടോ. കഴിഞ്ഞ ധനുഷ്കോടി റൈഡിന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അറിയാത്ത ടീമുകളായിരുന്നു ബാക്കിയെല്ലാവരും. അതേപോലെ റൈഡിനൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റും. എനിക്ക് പൊതുവെ ഗ്രൂപ്പ് റൈഡ്സ് ഭയങ്കര ശോകത്തിൽ പോകുന്ന ഒരാളാണ്. കാരണം എൻ്റെ ജോലി അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഗ്രൂപ്പ് റൈഡ്സ് പൊതുവെ പിന്നീട് പോകാനായിട്ട് ഒരു താല്പര്യം കുറവാണ്. സോളോ ആണ് കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഗ്രൂപ്പ് റൈഡ് വേറൊരു രസമാണ്. എല്ലാവരും ഒരേ മൈൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ്. കഴിഞ്ഞ ധനുഷ്കോടി റൈഡ് ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. സോ നിങ്ങൾക്ക് പുതിയതായിട്ട് ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പ് റൈഡ്സിൽ പങ്കെടുക്കാനായിട്ട് ലോങ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ. നമുക്ക് അടുത്ത റൈഡ് വിട്ട് ഒരുമിച്ച് റൈഡ് ചെയ്യാം. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാം. പുതിയ കണക്ഷൻസ് അങ്ങനെ കിട്ടും. അത് കമ്മ്യൂണിറ്റി നമുക്ക് സെറ്റാക്കി എടുക്കാം. ഞാൻ ഇത് വണ്ടിയുടെ ഇപ്പോഴത്തെ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താണ് വണ്ടിയുടെ ഇപ്പോഴത്തെ കോലം എന്നൊക്കെ. ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് മൈക്ക് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത. കാരണം ഈ സാധനം വാട്ടർ പ്രൂഫ് ഒന്നും അല്ല. മൈക്ക് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് മൈക്ക് മാത്രമേ നമുക്ക് ഇത് ക്യാമറ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അതുകൊണ്ടാണ് നമുക്ക് മഴയത്തുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ സൗണ്ട് നമ്മൾ ഒന്നും കൂടെ വോയിസ് ഓവർ ചെയ്യേണ്ടി വരും. വോയിസ് ഓവർ ചെയ്തിട്ട് വേണം മഴയത്തുള്ള വീഡിയോസൊക്കെ എടുക്കാൻ. ഈ റിവ്യൂ കുറച്ചും കൂടെ നേരത്തെ എടുക്കേണ്ടായിരുന്നു, പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ വണ്ടി പണി കിട്ടി. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് ഡിലേ വന്നു. അപ്പോൾ തന്നെ മഴയും ഉണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പം മഴ ഒത്തിരി കുറവുണ്ട്. ശരിക്കും ക്യാമറയൊന്നും എടുക്കാതെ മൺസൂൺ റൈഡ് പോകുന്നതാണ് ഏറ്റവും അടിപൊളി. കാരണം നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റും. വണ്ടിയുടെ ലുക്ക് കാണിച്ചു തരാം. ഗൈസ്, അപ്പം ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക്. ക്രാഷ് കാർഡ്, നമ്മുടെ സാഡിൽ, റിയർ റാക്ക്, എക്സോസ്റ്റ്, ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള ലുക്ക്. ബാക്കി കിറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് പൊട്ടലൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് മാറ്റണം. ഇങ്ങനെയാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു ഔട്ട്ലുക്ക്. എക്സോസ്റ്റ് നോട്ടും കൂടെ കേൾപ്പിക്കാം. ഇതാണ് കേട്ടോ എക്സോസ്റ്റ് നോട്ട്. വണ്ടി ഓഫാക്കിയേക്കാം. പുറകിൽ നോക്കുമ്പം ഇതാണ് വണ്ടിയുടെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക്. നമ്മുടെ ഇൻഡിക്കേറ്റർ കാണാനായിട്ട് പറ്റും. കുറച്ച് അവിടെ ഒരു കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. റിയർ റാക്ക് സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. ഈ 2 ക്ലാമ്പ് സ്റ്റോക്കിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും. ഇത് ഡൊമിനറിൻ്റെ തന്നെ സാഡിലാണ്. താഴെ നമുക്ക് കുറച്ച് ബിൽഡിങ് പരിപാടികളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നൊരു സ്റ്റേ പോലെ കൊടുക്കണം. അതിന് ഡൊമിനറിൻ്റെ സ്റ്റോക്ക് സാധനത്തിന് ഇവിടെ മഴ ലെങ്ത് ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ ഇൻഡിക്കേറ്റർ ഇരിക്കുന്ന ഭാഗത്തും കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ക്രാഷ് കാർഡ് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്താണ്. അത്യാവശ്യം ഒരു ടോപ്പ് ബോക്സ് ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റും. ലോഡിങ് കപ്പാസിറ്റി ഞാൻ നോക്കിയിട്ടില്ല. ഏകദേശം ഒരു 5 കിലോ വരെയൊക്കെ കയറാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൻ്റെ മേപ്പോട്ട് കയറുമെന്ന് എനിക്കറിയില്ല. ലോഡിങ് കപ്പാസിറ്റി കൂടെ നോക്കണം. എന്തായാലും ടോപ്പ് ബോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ലഗേജ് ഒന്ന് കെട്ടിവെക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അതിനിത് സ്ട്രോങ് തന്നെയാണ്. പിന്നീട് കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റാനായിട്ട് പക്ഷേ പറയാനായിട്ട് കിട്ടിയൊരു സാധനമുണ്ട്. ഈ ഒരു സംഗാർഡ്. പക്ഷേ സംഗാർഡ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് വെച്ചേക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ വെച്ചിട്ട് അതവിടെ ഉരുകി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ അലൂമിനിയം മേടിച്ചിട്ട് കുറച്ചും കൂടെ അത് ഇറക്കണം. അതൊരു ഫോൾട്ടായിട്ട് തോന്നി. അത് വെക്കുമ്പോൾ ടൈമിൽ നമുക്കറിയാമായിരുന്നു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഉരുകി പോകുന്നത്. പക്ഷേ അതിന് മാറ്റണം. അത് മാറ്റിയിട്ട് നമ്മുടെ അലൂമിനിയത്തിൻ്റെ സാധനം തന്നെ വെക്കണം. എങ്കിലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. ഒരിക്കലും പിടിക്കില്ല, യൂസ്ഫുള്ളുമാണ്. ഇത് പിന്നെ അത്യാവശ്യം ഒന്ന് വെച്ച് നോക്കാനായിട്ട് എടുത്തതാണ്. കാരണം അലൂമിനിയത്തിൻ്റെ സാധനത്തിന് അത്യാവശ്യം റേറ്റ് ഉണ്ടേ. അപ്പം ഇത് വെച്ചൊന്ന് പരീക്ഷിച്ചിട്ട് അത് വാങ്ങിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയാണ് വണ്ടിയുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് സാധനം? എൻ്റെ ഒരു ഡ്രീമിലായിരുന്നു ഇങ്ങനൊരു സാധനം ചെയ്തെടുക്കണമെന്ന്. അപ്പം അത് ഏകദേശം ലാസ്റ്റ് പ്രോസസ്സിലെത്തിയേക്കാണ്. ഇനി കിറ്റൊന്ന് മാറ്റണം, ചെയിൻ കവർ നിടണം, പിന്നെ റൈഡ് ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് ആഗ്രഹം. ബേസിക്കലി ഇത്രയാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മുമ്പോട്ടുള്ള വിശേഷങ്ങൾ കരിസ്മയായിട്ടുള്ള കുറേ ഉണ്ടാവും. അടുത്ത വണ്ടിയുടെ റിവ്യൂസ് ഉണ്ടാവും. കുറേ അധികം യാത്രകളുണ്ടാവും. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനുമ്പോഴേക്കും ഇറ്റ്സ് മീ റെസ്റ്റോ 25 സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. ലവ് യു ഗൈസ്.